ഏവർക്കും നേരം ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്നിവിടുത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരെയും അലട്ടുന്ന സമൂഹത്തിലെ വലിയൊരു പ്രശ്നമാണ്. അതായത് വിവാഹം നടക്കുന്നില്ല, ഉചിതമായിട്ടുള്ള ബന്ധങ്ങൾ വരുന്നില്ല. പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, നല്ല ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷേ മാട്രിമോണിയൽ ഈ അലയൻസസ് ആവശ്യപ്പെട്ടുകൊണ്ട് പൈസയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ മോശപ്പെട്ട അലയൻസസ് ഒക്കെ വരും. മോശപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വ്യക്തികൾ വരെ പ്രപ്പോസൽസ് അയക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്രയൊന്നും വിദ്യാഭ്യാസം ഇടത്തരക്കാരാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തികമായിട്ടൊക്കെ അല്പം പിന്നാക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി, എല്ലാ തലങ്ങളിലും അതെ ഈ ഉചിതമായിട്ടുള്ളൊരു മാച്ച് കിട്ടുന്നില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദി റൈറ്റ് ടൈപ്പ് ഓഫ് മേ ബി കമ്പാറ്റബിൾ മാച്ച്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് കാണുകയും ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് 2-3 ചെറിയ കാര്യങ്ങളാണ്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന്, സ്വയംവര ഗണപതി ഹോമമാണ്. അതായത് പെൺകുട്ടിയുടെ നാളും പേരും പറഞ്ഞിട്ട് വെള്ളിയാഴ്ചകളിൽ സ്വയംവരം എന്ന് പറയുന്ന മന്ത്രം ചൊല്ലിയിട്ട് ചുവന്ന ചെത്തിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി ഗണപതിക്ക് ഹോമിക്കുക. സ്വയംവരം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. വളരെ ഇറ്റ്സ് ആൻ ഇമ്മൻസ്ലി പവർഫുൾ മന്ത്ര, ആകർഷണ ശക്തിയുള്ള, വശ്യശക്തിയുള്ളതാണത്. പണ്ട് ശ്രീ പാർവതി ജപിച്ചിട്ടാണ് ശ്രീ പരമേശ്വരനെ ലഭിച്ചതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വയംവരകല ധ്യാനമൊക്കെ നമുക്കറിയാം. അതികഠിനമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള തപശ്ചര്യ അനുഷ്ഠിച്ചാണ് ശ്രീ പാർവതിക്ക് കിട്ടിയത്. സ്വയംവര മന്ത്രമൊക്കെ എത്രയോ ആയിരം കോടിക്കണക്കിന് നമ്മൾ ജപിച്ചു. തപ്തശിലാരോഹം പോലെയുള്ള അതിക്ലിഷ്ടങ്ങളായിട്ടുള്ള അനവധി കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ശ്രീ പാർവതി ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയിട്ട്. അത്രയുള്ള കഠിനമായ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല, അത് കാര്യം വേറെ. അപ്പോൾ സ്വയംവരം ജപിക്കുന്നത് നല്ലതാണ്. സ്വയംവരം ചൊല്ലിച്ച് ഗണപതി ഹോമം ചെയ്യിപ്പിക്കുന്നതും ചുവന്ന ചെത്തിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി ഗണപതിക്ക് ഹോമിക്കുന്നതും വളരെ വിശേഷമാണ്. ഇത് വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നത് നല്ലത്. ഇനി ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് അടുത്ത വ്യാഴാഴ്ച വരെ ആദ്യം ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യാൻ പറയും. പിന്നെ ഒരു 4 മാസം 5 മാസം അങ്ങനെ ചെയ്തിട്ട് പിന്നീട് എല്ലാ 4ാമത്തെ വെള്ളിയാഴ്ചയും അത് ചെയ്യാൻ പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദറ്റ് അത് ആ പർട്ടിക്കുലർ RITE ആ പ്രത്യേക ചടങ്ങ് എന്ന് പറയുന്നത് വളരെ ബെനഫിഷ്യലാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പല പോറ്റിമാരും വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മൾ ദേവീ മഹാത്മ്യത്തിലെ ഒരു പർട്ടിക്കുലർ ശ്ലോകമുണ്ട്. ഓം ജ്ഞാനിനാമാഭിചേതാംസി ദേവീ ഭഗവതി ഹിസ ബാലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയശ്ചതി എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അത് 108 ചൊല്ലുന്നതും വളരെ വിശേഷമാണ്. ശ്രീകൃഷ്ണ ഭജനം വളരെ വിശേഷമാണ്. ദേവി മാഹാത്മ്യ പാരായണം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ശ്ലോകം ദിവസവും 108 വെച്ച് ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന വേറൊരു സിസ്റ്റമുണ്ട്, ഒരു പാരാനോർമൽ പരിപാടിയാണത്. അതായത് 3 ശനിയാഴ്ചകൾ അടുപ്പിച്ച് തുരിശു പരലുകൾ, തുരിശെന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ്, പച്ച നിറമുള്ള, പെണ്ണിൻ്റെ തലയ്ക്ക് ചുറ്റും പ്രദക്ഷിണമായിട്ട് ഒഴിഞ്ഞ് തീയിലേക്കിടും. ബുരി നസാർ എന്നൊക്കെ പറയും. ഈ 3 ശനിയാഴ്ചകളിൽ തുരിശു പരലുകൾ പെണ്ണിൻ്റെ തലയ്ക്ക് ചുറ്റും പ്രദക്ഷിണമായിട്ട് ഒഴിഞ്ഞ് തീയിലേക്കിടുക. അത് വിവാഹത്തിൻ്റെ ആലോചനകളുടെ വേഗം വർദ്ധിപ്പിക്കും എന്നൊരു വിശ്വാസം, ഒരു പരക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. എങ്കിൽ പോലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനെ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. അത് ഫലവത്താണെന്നൊക്കെ ചിലർ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഫലവത്തായ വേറൊരു മന്ത്രം ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഓം നമോ ഭഗവതേ രുക്മിണീ വല്ലഭായ സ്വാഹ എന്നാണ്. ഓം നമോ ഭഗവതേ രുക്മിണീ വല്ലഭായ സ്വാഹ. അത് 3 മാസം അടുപ്പിച്ച് ദിവസവും 108 തവണ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുന്നതും വളരെ നല്ലതാണ്. അത് പിന്നെ അത് ഓം ബഹ്രി പ്രശ്യസി സ്വാഹ എന്നുള്ളൊരു മന്ത്രത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലവത്താണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. ആ മന്ത്രവും 10,000 തവണ നവരാത്രി
സമയത്ത് ജപിക്കുന്നത് നല്ലതാണ്, പെൺകുട്ടികൾക്ക് വിവാഹ ആവശ്യത്തിനെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്ത രീതിയിൽ വേറെ അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഒരു ന്യൂമറോളജിക്കൽ ടാലിസ്മൻ ഉണ്ട്. ഈ ന്യൂമറോളജിക്കൽ ടാലിസ്മൻ മംഗല്യ യന്ത്രം എന്നാണ് പറയുക. മംഗല്യ യന്ത്രം ഇത് വരച്ചുണ്ടാക്കി വെള്ളിത്തകിടിലോ കോപ്പർ അഥവാ ചെമ്പ് തകിടിലോ അല്ലെങ്കിൽ സ്വർണ്ണത്തകിടിലോ വരച്ചുണ്ടാക്കിയിട്ട് പെൺകുട്ടി ധരിക്കുന്നത് വിവാഹത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, വിവാഹ ആലോചനകൾക്ക് വരുന്നത് അത് കുറച്ചുകൂടെ ത്വരിതഗതിയിലാവും. അത് ത്വരിതഗതിയിലാവുന്നത് മാത്രമല്ല, ഉചിതമായൊരു ബന്ധം പെൺകുട്ടിക്ക് കിട്ടാനായിട്ട് ഈ ന്യൂമറിക്കൽ ടാലിസ്മൻ, ഈ സംഖ്യാ യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് എന്ന ഒരു അഭിപ്രായമുണ്ട്. അത് പലരും ധരിക്കുകയും ഇന്ത്യയുടെ പല ഭാഗത്തും ഇത് കണ്ടിട്ടുണ്ട്, ധരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഫലപ്രാപ്തി ഉള്ളതായിട്ടും അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇത് ധരിക്കുന്നതും വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ സ്വയംവരം ചൊല്ലുന്നത് വളരെ വളരെ വിശേഷമാണ്. ശ്രീപാർവതിയുടെ സ്വയംവര കലാധ്യാനം ചൊല്ലുന്നതും വളരെ വളരെ വിശേഷമാണ്. അതേപോലെ സൂര്യനെ നോക്കി ആദിത്യ ഹൃദയം ചൊല്ലിക്കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് പെട്ടെന്നുണ്ടാകും എന്ന് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. സൂര്യ കവചം ചൊല്ലുക, ആദിത്യ ഹൃദയം ചൊല്ലുക, സൂര്യാഷ്ടകം ചൊല്ലുക, ശ്രീ പരമേശ്വരനെ ധ്യാനിക്കുക. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കൂടെയുള്ള പ്രതിഷ്ഠയുള്ള ദമ്പതീഭാവത്തിൽ പ്രതിഷ്ഠയുള്ള സ്ഥലത്തുനിന്ന് അത് അവിടെ പോയി ഭജിക്കുക. ഇതൊക്കെ വളരെ 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 വിശേഷപ്പെട്ട കാര്യങ്ങൾ, കാമ്യകർമ്മങ്ങൾ എന്ന് പറയാം, അത് ആണെന്ന് കരുതപ്പെടുന്നു. അത് വിവാഹത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നു. വിവാഹം പെട്ടെന്ന് വരാനും നല്ല വിവാഹബന്ധം പെൺകുട്ടിക്ക് കിട്ടാനും സഹായകരമാണ് എന്നാണ് സുദീർഘകാലത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എവർക്കും എൻ്റെ നമസ്കാരം.